എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ മോതിരം വൈജയന്തി അലീനയുടെ ബാഗിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിൽ അലീനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ മോതിരാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഇത് എൻ്റെ അല്ല. പിന്നെ ഇത് എങ്ങനെ നിൻ്റെ ബാഗിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എന്നും അലീന പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വൈജയന്തി പറയുന്നുണ്ട് അതിലെന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ, വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് എവിടേക്കാന്ന് അലീന ചോദിക്കുന്നുണ്ട്, എവിടേക്കാ നീ വാ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണല്ലോ പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് വൈജയന്തി പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിക്കാണ് ആകെ എന്തൊക്കെയോ പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരങ്ങോട്ട് പോകുന്നുണ്ട്. ബബിത കഥ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോളിലെല്ലാവരും ഉണ്ട്. കൃഷ്ണപ്രിയ ഉണ്ട്, ബാലചന്ദ്രൻ ഉണ്ട്, അതെന്ത് ബാലേന്ദ്രൻ ഉണ്ട്, ബബിതയുണ്ട്. അവിടേക്കാണ് വൈജയന്തി കൊണ്ടുപോകുന്നത് അലീനേനെ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ ഇത് ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് ഗോൾഡ് റിങ്, പിന്നെ ഇതാ 1600 രൂപ. അപ്പോൾ അലീന പറയുന്നുണ്ട് അത് എൻ്റെ പൈസയാണെന്ന് പറയുന്നുണ്ട്. നിൻ്റെ പൈസ നിൻ്റെ ബാഗിലല്ലേ സൂക്ഷിക്കേണ്ടത്, അല്ലാതെ ഇവിടെ മമ്മിയുടെ ഫോട്ടോൻ്റെ അടിയിലൊക്കെ ഇവളെ കൊണ്ടുവച്ചിരുന്നത്, ഒളിപ്പിച്ച് വെക്കുന്നത് പോലെയെന്ന് വൈജയന്തി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതെനിക്ക് എൻ്റെ മമ്മി തന്ന പൈസയാണ്, അതുകൊണ്ടാണ് ഞാനത് അവിടെ വെച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡ് റിങ്ങോ അതെൻ്റെ അല്ല, അത് പിന്നെ നിൻ്റെ ബാഗിൽ എങ്ങനെ വന്നു, അത് അവൾക്ക് അറിയൂല അത്രേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇത് മേടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇത് നിൻ്റെ ഗോൾഡ് റിങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പിന്നെ ഇത് എങ്ങനെ നിൻ്റെ ബാഗിൽ വന്നു അതെനിക്കറിയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അന്ന് എൻ്റെ റിങ് കാണാതായപ്പോൾ ഞാൻ ഇവളുടെ ബാഗും എല്ലാം കുടഞ്ഞു പരിശോധിച്ചതാണ്, അന്ന് ഇതൊന്നും ഇവളുടെ ബാഗിലില്ല. പിന്നെ ഇതെങ്ങനെ വന്നു, പിന്നീട് ഒരു ദിവസം പോലും ഇവൾ പുറത്തേക്കും പോയിട്ടില്ല, പിന്നെ ഇത് എങ്ങനെ വന്നു അത് അവൾക്ക് അറിയൂല അത്രേ. നിനക്കത് അറിയില്ല ഇല്ലയെന്ന് അലീന പിന്നെയും മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത്ത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. രോഹിത്ത് എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് പറയാൻ മടി കാണും അമ്മേ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് വേണ്ട ഞാൻ പറയാമെന്ന് പറയുമ്പോൾ വൈജയന്തി പറയും കേട്ടോ, വേണ്ട ഇത്ര നേരം നിന്നോട് ചോദിച്ചില്ലേ, അപ്പോൾ നിനക്ക് പറയാൻ പറ്റിയില്ലല്ലോ, ഇനി നീ പറയണ്ട, ഇനി അവൻ പറയട്ടെ പറയുമ്പോൾ ഇതേപോലത്തെ ഒരു റിങ് ഞാൻ ഹരിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാകുന്നു ചോദിക്കുമോ. ഹരിയുടെ കയ്യിലോ? അതെ, ഹരിശങ്കറിൻ്റെ കയ്യിൽ. അവനത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇവൾക്കോ? ആ, അവൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുമ്പോൾ ഇവനും അവളും തമ്മിൽ വല്ല എന്തോ സീക്രട്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. അവനിടയ്ക്ക് ഇവൾക്ക് ഗോൾഡും ക്യാഷും ഒക്കെ കൊടുക്കാറുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതേപോലെ അന്ന് അവനിവിടെ നിൽക്കാൻ വന്നില്ലേ, അന്ന് ഇവളെ രാത്രി മീറ്റ് ചെയ്യണമെന്നും അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള ഗോൾഡ് റിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവൻ കാണിച്ചു തന്നിരുന്നു എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. മതി നീ ഒന്നും മിണ്ടണ്ട, അവൻ പറയട്ടെ എന്ന് പറയാണ് വൈജയന്തി കേട്ടോ. നീ പറയണം അന്ന് രാത്രി ഹരിശങ്കർ ഇവളെ മീറ്റ് ചെയ്യും, ഈ ഗോൾഡ് റിങ് കൊടുത്തു എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് നിൻ്റെ സ്വഭാവം ഇത്ര വൃത്തികെട്ടതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഇതാണല്ലേടി നിൻ്റെ പരിപാടി, ആണുങ്ങളെ മയക്കിയെടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ചെടുക്കലാണല്ലേ നിൻ്റെ പരിപാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതൊന്നുമല്ല സത്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതാ സത്യം, ഇത്ര നേരം ചോദിച്ചപ്പോൾ നിൻ്റെ നാവ് ഇറങ്ങിപ്പോയിരിക്കല്ലേ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ രോഹിത്തിനോട്, രോഹിത്തെ നീ പറഞ്ഞത് ശരിയാണോ, ഞാനിപ്പോൾ ഹരീനെ വിളിച്ച് ചോദിക്കും, അവന് അതൊന്നും അറിയില്ല എന്നും ശരിയല്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രോഹിത്ത് പറഞ്ഞു അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അവൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ശരിയാവും, അന്ന് രാത്രി അവൻ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല എന്നാണ്. ഇപ്പോൾ അവൾ എന്താ പറയുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതല്ല, എനിക്ക് ഈ ഗോൾഡ് റിങ് തന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാനതൊന്നും വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. കൊല്ലപ്പള്ളിയിൽ നിൽക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അന്നൊക്കെ ഞാനത് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് വന്നപ്പോഴും ഗസ്റ്റ് റൂമിലേക്ക് വരണം രാത്രി, അന്ന് ഈ മോതിരം തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ടാന്നും എന്നോട് ഇനി അങ്ങനെ പെരുമാറരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരോടത് പറയാഞ്ഞത്, ഞാനൊരു വേലക്കാരിയാണ്, അപ്പോൾ ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ആരോടും പറയാതിരുന്നത് എന്നാണ് പറയട്ടോ അവൾ.
കാരണം ഈ വീട്ടിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആരോടും പറയാഞ്ഞത്. എന്നാലും നിനക്ക് എന്തെങ്കിലും ഒരു ദിവസം വൈജയന്തിയോട് ഇത് സൂചിപ്പിക്കായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മേഡത്തിന് ആദ്യം തന്നെ എന്നെ കണ്ടുകൂടാ. പിന്നെ മേഡത്തിൻ്റെ അനിയൻ്റെ മകൻ്റെ കാര്യം ഞാൻ എങ്ങനെ മേഡത്തിനോട് പറയാം? അപ്പോഴും എന്നെ തെറ്റുകാരിയാക്കിയേ ചെയ്യുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ആ ഇപ്പോൾ അവളൊക്കെ ഹരിശങ്കറിൻ്റെ മേലേക്ക് ഇടല്ലേ, അവൻ നല്ല കുട്ടിയാണെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മതി, നീ എന്തായാലും അകത്തേക്ക് പോയിക്കോ, ഇതിലൊരു പരിഹാരം ഞാൻ കണ്ടെത്തട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അലീനേനെ അകത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ആകെ തകർന്നു പോയി. അലീന എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ അലീന ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന റൂമിൽ പോയിട്ട് അലീനയുടെ മമ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ട് എനിക്കിത് വേണ്ടായിരുന്നു, എനിക്കിങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അലീന ശരിക്കും മമ്മിയോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. മമ്മി പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിൻ്റെ കൂടെ ഞാനില്ലേ, നിനക്കൊരാപത്തും വരില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ഇതൊക്കെ നീ ധൈര്യപൂർവ്വം നേരിടുക, നിനക്കൊന്നും വരില്ലാതെ ഒരു മോട്ടിവേഷൻ പോലെ മമ്മി പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇവൾക്കൊരു ധൈര്യം ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ടോ, നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയും വൈജയന്തിയും കൂടി സംസാരിക്കുന്നതാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഹരീനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്താ അപ്പം അതിൻ്റെ ആവശ്യം, അവളുടെ സ്വഭാവം തന്നെ മോശം, അവൾ കാരണം ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോൾ അവളെ എങ്ങനെ മോശക്കാരിയാക്കാൻ പറ്റും? അവളെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തുല്യ അവകാശം ഹരിക്കുമുണ്ട്. ഹരിയല്ലേ ഇത് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വെറുതെ ഒരു ഗോൾഡ് റിങ് അവൾക്ക് കൊടുക്കാൻ ഹരിക്ക് എന്താ പ്രാന്തുണ്ടോ? കൊല്ലപ്പള്ളിയിൽ വെച്ച് തന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ കൊടുക്കലും വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോൾഡ് റിങ്ങുമായിട്ട് ഹരി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവൻ എന്ത് മാത്രം ധൈര്യം ഉണ്ടായിരിക്കും? അങ്ങനെ അവൻ ചെയ്യാൻ പാടുമെന്ന് ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് കണ്ടിട്ട് അവൻ അങ്ങനെ ചെയ്തത്? അതും നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഇവളോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ അവൻ എന്തുമാത്രം ബോധവും ധൈര്യം ഉണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആണുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാമെന്ന് പറയാം. അതെന്ത് വർത്താനാണ് നീ പറയുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണോ? ഇവിടെ വേറെയും തൊലി വെളുത്ത പെണ്ണുങ്ങളുണ്ട്, അപ്പോൾ അവനിനി അങ്ങനെ ഇവരോട് പെരുമാറില്ല എന്ന് എന്ത് ഉറപ്പാന്ന് ചോദിച്ചപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയാണോ? അവൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധമൊക്കെ അവനുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുടുംബ ബന്ധങ്ങളും മനസ്സിലാക്കുന്ന ആളാണെന്ന് വെച്ചാൽ അവൻ ഇവിടെ കയറിയിട്ട് ഇമാതിരി പരിപാടി ചെയ്യില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ തിരിച്ചും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഉത്തരമില്ല കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നാളെ അവൻ ബബിതയോടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്താ പറയുക ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടിനെയും പിടിച്ച് കെട്ടിച്ച് വിടാം, അവൻ്റെ മുറപ്പെണ്ണല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, അപ്പോൾ അതെന്താ അവസരവാദി പോലെ സംസാരിക്കരുത് നീ വൈജയന്തിയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അവർക്കൊരു ന്യായം, ഇവൾക്ക് വേറെ ന്യായമാണോ? നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കളിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്തായാലും രോഹിത്തിനോട് കുറച്ചും കൂടി എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, രോഹിത്ത് എന്തിനപ്പോൾ ഹരീനെ കുറിച്ച് നുണ പറയുന്നത്? ഇത് സത്യനായിരിക്കും, ഇനി എന്താ അവനോട് കൂടുതൽ ചോദിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് ഗോൾഡ് റിംഗ് ആണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. നീ എന്തായാലും പോയി രോഹിത്തിനെ വിളിച്ചിട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എല്ലാം നന്നായി അറിഞ്ഞിട്ട് മതി ബാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് രോഹിത്തിനെ വിളിക്കാൻ പോകുന്ന വൈജയന്തിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ബാഗിലെടുത്ത് വെക്കുന്ന അലീനനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിന്നോട് എന്താ അവൾക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ വൈജയന്തിയുടെ അമ്മ അലീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചിലവരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടമാവില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെ ആദ്യം തൊട്ട് കണ്ടപ്പോൾ തന്നെ മാഡത്തിന് ഇഷ്ടമായിട്ടില്ലല്ലോ ഇവിടുത്തെ മാഡത്തിന്, അതൊക്കെ ആയിരിക്കാം, മാഡത്തിനോട് ആലോചിക്കാതെയാണല്ലോ എന്നെ ഇവിടെ വേലക്കാരിയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ, അതൊന്നും ആർക്കും ഇഷ്ടമായിട്ടില്ല, അതിൻ്റെയൊക്കെ ദേഷ്യമായിരിക്കും, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വൈജയന്തി വന്നിട്ട് പറയുകയാണ്, ഇനി നിന്നിവിടെ ജോലിക്ക് ആവശ്യമില്ല, നീ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാന്ന് പറയുമ്പോൾ, ഇനി നിൻ്റെ സേവനം വേണ്ട, അത്ര തന്നെ, ഇനി നാളെ മുതൽ നീ വേണ്ടാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ഭ്രാന്തായോ, നീ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ അമ്മയ്ക്ക് തോന്നുകയാണ്, ഇവിടെ ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് അമ്മേനെ മയക്കി വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഹരിയാണ് ഒക്കെ ചെയ്തത്, അതിന് നീ ഇവളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. ഹരി അങ്ങനെ ഇവിടെ വന്നു പോകണമെങ്കിൽ അത് ഇവളെ കാരണമല്ലേ, ഹരിനെ എനിക്കിപ്പോൾ നാട് കടത്താനൊന്നും പറ്റില്ല, അത് എൻ്റെ ആങ്ങളുടെ മകനല്ലേ, ഇവിടെ നമ്മുടെ ആരും ഇല്ലല്ലോ, എവിടേക്കാച്ചാൽ പൊയ്ക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ.
ഇത് നല്ല കൂത്താണ്, കുറ്റം ചെയ്തവനെ രക്ഷിക്കുക, കുറ്റം ചെയ്യാത്തവനെ ആട്ടി പറഞ്ഞാക്കി, ഇത് നല്ല ചേലാണെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തിയോട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഇതിലൊന്നും ഇടപെടണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനും ബാലേന്ദ്രനാണ്, അമ്മ വിഷമിക്കേണ്ട, അമ്മയ്ക്ക് അമ്മേനെ നോക്കാൻ വേറെ ഒരാളെ ഏർപ്പാടാക്കി തന്നാൽ പോരെ, എന്തായാലും ഇനി ഇവിടെ വേണ്ടാന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വൈജയന്തി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അലീന കേട്ടോ, നിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് നിന്നെ പറഞ്ഞയക്കുന്നത്, നിനക്ക് നിൻ്റെ അമ്മേനെ കാണാം സംസാരിക്കാം എന്നൊക്കെ ഇവളുടെ മമ്മി ഇവളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. നാളത്തെ പ്രമോല് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ബാലേന്ദ്രൻ ഇതൊക്കെ വിളിച്ചിട്ട് മനുവിനോട് പറയുന്നുണ്ട്. മനു ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നുണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്